ഞാനൊക്കെ ഈ ഖുതുബക്ക് കയറാൻ നേരത്ത് ചില മക്കൾ എന്നിട്ട് കൈയടിച്ചിട്ട് പറയും, ഉസ്താദേ ഒന്ന് ദ്വാരിക്കണം. ആർക്ക്? ഉമ്മാക്ക്. ഞാൻ ചോദിക്കും എന്തേ? അല്ല, അവരെ ഇടക്കിടക്ക് ഇങ്ങനെ ഉറക്കത്ത് കാണുന്നു, ഒരു സങ്കടം. ഈ വാപ്പനിമ്മനെ പറ്റിയും അവരെ മരണശേഷം പറയുമ്പോഴേക്കും ഒരു മകൻ കരയുന്നുണ്ടെങ്കിൽ അതിനൊരൊറ്റ കാരണമേ ഉള്ളൂ, നല്ല നിലക്കോനോ അവന്റെ വാപ്പനിമ്മനെയും പറഞ്ഞയച്ചിട്ടില്ല. നല്ല നിലക്ക് പറഞ്ഞയച്ച ഒരു മക്കൾക്കും വാപ്പയിമ്മയും മരിച്ചാൽ പോലും അവരെ പേര് പറയുമ്പോൾ സന്തോഷം ഉണ്ടാവും. കാരണം എന്റെ അനുഭവത്തിൽ ഉണ്ടായിട്ടുണ്ട് ഒരു കഥ. ഒരു ചെറുപ്പക്കാരന് സൗദി അറേബ്യയിൽ 3.5 ലക്ഷം റുപ്യ മാസ ശമ്പളം, 3.5 ലക്ഷം റുപ്യ ശമ്പളം കൈകൊണ്ട് വാങ്ങുന്ന ആ ചെറുപ്പക്കാരൻ വാപ്പ ചെറുപ്പത്തിൽ അറ്റാക്ക് വന്ന് മരിച്ചോയതാ. ഉമ്മയാണ് അവനെ വളർത്തിയത്. അവസാനം നാട്ടിൽ നിന്ന് ഡോക്ടറെ കാണിക്കാൻ പോയ ഉമ്മാന്റെ ശരീരം പരിശോധിച്ച ഡോക്ടർ ഉമ്മാന്റെ അടുത്ത് നിൽക്കുന്ന ഓന്റെ ഭാര്യനോട് നമ്പർ വാങ്ങി ഗൾഫിക്ക് വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഉമ്മാന്റെ വയറ്റിൽ ഒരു മുഴയുണ്ട്, അത് ഓപ്പറേഷൻ ചെയ്താൽ പോലും സക്സസ് അല്ല, അതുകൊണ്ട് ഇനി തിരിച്ചു വന്ന് നല്ല നിലക്ക് ഉമ്മാനെ നോക്കിയാ എനിക്ക് നോക്കുന്ന അത്ര കാലം കിട്ടും. 3.5 ലക്ഷം രൂപന്റെ ജോലി ഓൻ രാജിവെച്ചു, നാട്ടിക്ക് വന്നു. ഉമ്മനെ അറിയിക്കാതെ ഉമ്മാനെ പൊന്നുപോലെ നോക്കി. 8 മാസം ഒരു പൈതലിനെ നോക്കുന്നത് പോലെ ആ മോൻമാനെ നോക്കി. അവസാനം ഇക്രൗ ഹോസ്പിറ്റലിന്റെ ഐസിയുവിന്റെ ഉള്ളിൽ അവസാനത്തെ ശ്വാസത്തിന്റെ പെടച്ചിലിന് മുൻപ് ആ ഉമ്മ പറഞ്ഞു, എനിക്കിന്റെ മോനെ ഒന്ന് കാണണമെന്ന്. അകത്തേക്ക് വിളിച്ച ആ മോന്റെ കൈ അമർത്തിപ്പിടിച്ചിട്ട് ആ ഉമ്മ പറഞ്ഞത്, അവൻ ഇപ്പോഴും കണ്ണു നിറഞ്ഞിട്ട് പറയും, എന്റെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ചിട്ട് എന്റെ അമ്മ എന്നോട് അവസാനം പറഞ്ഞത്, മോനെ ഇനി പടച്ചോൻ ഇനി ഉമ്മാക്കൊരു മോനെ തരുമെങ്കിൽ മോനായിട്ട് എന്നെ തന്നെ ഉമ്മ ചോദിക്കുട്ടോന്ന്. അതും പറഞ്ഞിട്ട് എന്റെ അമ്മ എന്റെ കൈമന്ന് മരിച്ചു പോയത്. എന്നിട്ട് ഓൻ പറയുന്ന ഒരു വാക്കുണ്ട്, 3.5 ലക്ഷം അല്ല 3.5 കോടി ഉറുപ്പിനേക്കാൾ അവസാനം ജമ്മ പറഞ്ഞ ആ വാക്ക് മതി, എനിക്ക് ഈ ദുനിയാവിൽ ഒന്നും പേടിക്കാണ്ട് ജീവിക്കാൻ മതി. അതേ സ്ഥാനത്ത് സ്വന്തം നാട്ടിൽ 16 ദിവസം ഉമ്മ സൂക്കേടായി കിടന്നിട്ടും ഉമ്മക്ക് മോനെ ഒന്ന് കാണാൻ പൂതിണ്ട്, ഉമ്മക്ക് പേരക്കുട്ടികളെ ഒന്ന് കാണാൻ പൂതിണ്ട് എന്ന് കേട്ടിട്ടും ചെന്നു നോക്കാതെ അവസാനം മരിച്ചെന്ന് കേട്ടപ്പോ ഉള്ളത് പൂട്ടി വെച്ച് വീട്ടിക്ക് പോന്ന് ആ വാപ്പാക്ക് ഉമ്മാക്ക് വേണ്ടിയിട്ട് പിന്നെന്ത് ചെയ്യുന്ന വേവലാതിപ്പെടുന്ന മക്കളാണെങ്കിൽ അല്ല പറഞ്ഞൊരു വാക്കുണ്ട്, ദുനിയാവ് തന്നെ പടച്ചോൻ ആ മക്കൾക്ക് അതിന്റെ സങ്കടം അനുഭവിപ്പിച്ചിട്ടേ അല്ല തിരിച്ചു വിളിക്കൂ. അത് മക്കളായാലും ശരി മരുക്കളാണെങ്കിലും ശരി. ഒരു ഉമ്മാനെയും വാപ്പാനെയും സങ്കടപ്പെടുത്തിയ മക്കൾക്ക് പടച്ചോൻ ദുനിയാവ് തന്നെ അതിന്റെ കണക്ക് നോക്കി കൊടുക്കുന്നു. അല്ല വേഗം കണക്ക് വെക്കുന്നത് ഏതാണെന്നറിയോ? ദുനിയാവില് സ്വന്തം വാപ്പനെയും ഉമ്മനെയും സങ്കടപ്പെടുത്തിയാല, അവരെ കണ്ണു നിറഞ്ഞാല. അതുകൊണ്ടാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമന്റെ സഹാബാക്കള് റസൂൽ ഒരു കാര്യം പറഞ്ഞാൽ അവരുമ്മ കഴിച്ചതിന് ശേഷം വാപ്പ തിന്നതിന് ശേഷം അവർ ഭക്ഷണം കഴിക്കൂ. ഒരാഗ്രഹം രക്ഷിതാക്കൾ പറഞ്ഞാൽ അത് പൂർത്തീകരിച്ചിട്ടല്ലാതെ അവർ കിടന്നുറങ്ങിയിട്ടില്ല എന്നാ. അതുകൊണ്ട് തന്നെയാ അല്ലാഹു തആല പറഞ്ഞതും റിളല്ലാഹി ഫീ റിളൽ വാലിദൈൻ. പക്ഷെ ഇന്ന് ഒരുപാട് കുടുംബങ്ങളിൽ സ്വന്തം വീട്ടിൽ